ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്ത ബിഗ്ഗസ്റ്റ് ഒരു മിസ്റ്റേക്സിൻ്റെ അകത്ത് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ദുബായിൽ വെച്ചിട്ടാണ്. ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ജോലിയൊക്കെ കഴിഞ്ഞ ഒരു 1 hour ടൈമിൽ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യും, എഡിറ്റ് ചെയ്യും, അന്ന് തന്നെ ഔട്ട് വിടും. സോ ആഫ്റ്റർ ഒരു 1 year എനിക്ക് അതിൻ്റേതായിട്ട് ഗ്രോത്ത് ടിക്ടോക്കിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഞാൻ എൻ്റെ ജോലി വിടാനും സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും ഞാൻ ഇവിടെ നിൽക്കാനും കാരണം. അപ്പോൾ അന്ന് ഞാൻ അതിന് പ്രയോറിറ്റൈസ് ചെയ്തിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ മനസ്സ് നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് ഞാൻ കണ്ടന്റ് പോസ്റ്റ് ചെയ്യാറില്ലായിരുന്നു. ടിക്ടോക്കിൽ മാത്രമാണ് കണ്ടന്റ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കൊരു 3 years ബാക്ക് തന്നെ ഒരു 50K ഫോളോവേഴ്സൊക്കെ ടിക്ടോക്കിലുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് അതേ കണ്ടന്റ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ പബ്ലിഷ് ചെയ്തിരുന്നു. ഐ വിൽ ഗെറ്റ് ദ സെയിം റിസൾട്ട്സ്. പക്ഷേ ഞാനത് എന്തോ ഒരു ഹെസിറ്റേഷൻ എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ ഞാനത് ചെയ്തില്ല. നമ്മളൊരു കാര്യം മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നാളെ നമ്മുടെ റിയാലിറ്റി ആകും. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് ഞാൻ. കാരണം ഞാൻ എൻ്റെ പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു, അതേപോലെ അബ്രോഡ് പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പല കാര്യങ്ങളും നമുക്ക് വണ്ടി എടുക്കണം, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ മൈൻഡിൽ ആദ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ അത് റിയാലിറ്റി ആകും. പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള ആക്ഷൻസ് നമ്മൾ എടുക്കണം. കാരണം അതിനും ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യരുത്. നമുക്കൊരു സജഷൻ ചോദിക്കണമെന്നുണ്ടെങ്കിലും അതിന് റിലവൻ്റ് ആയിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഉള്ള ആളുകളുടെ അടുത്ത് നിന്ന് മാത്രം നിങ്ങൾ സജഷൻസ് എടുക്കുക. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് നമുക്ക് ഏറ്റവും ബിസിനസ്സിനോ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. നമുക്ക് പലപ്പോഴും നമ്മുടെ ലൈഫിൽ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞിട്ടൊരു സിറ്റുവേഷൻ വരും. നമുക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ്, നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള കാര്യങ്ങൾ, ബാങ്കിൽ കുറച്ച് മോശമില്ലാത്ത അക്കൗണ്ട് ബാലൻസ്, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്താവും, കംഫർട്ട് സോണിലാവും. കാരണം നമ്മൾ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ മടിക്കും, റിസ്ക് എടുക്കാൻ മടിക്കും. റിസ്ക് എടുക്കാത്തോടത്തോളം കാലം നമുക്ക് ലൈഫിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാനോ അല്ലെങ്കിൽ പുതിയ ഒരു അച്ചീവ്മെന്റിലേക്കൊന്നും എത്താൻ പറ്റത്തില്ല. പലപ്പോഴും ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരു 9 to 5 ഡിപ്പെൻഡ് ചെയ്ത് നിന്ന ഒരാളാണ്. രാവിലെ ജോലിക്ക് പോവുക, വൈകിട്ട് ജോലിയിൽ നിന്ന് തിരിച്ചു വരിക. ഇതൊരു റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളുണ്ട്, നമ്മുടെ തിങ്കിങ് കേപ്പബിലിറ്റി, നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കണം. അത് മാത്രം പോരാ, അതിനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും വേണം. ഞാൻ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മൈൻഡിലുണ്ട് വീഡിയോ എടുക്കണം, കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യണം, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള കാര്യം. പക്ഷെ ഞാൻ എന്നും വരും എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞ് ഞാനത് നാളത്തേക്ക് മാറ്റി വെച്ച് കൊണ്ടുപോകും. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് എക്സിക്യൂഷൻ പ്ലാൻ വേണം. നമുക്ക് നാളെ ചെയ്യാനുള്ള കാര്യം ഇന്ന് തന്നെ പ്രീ പ്ലാൻഡ് ആയിട്ട് എഴുതി നമ്മളൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് തിങ് നമുക്ക് അതിനെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ അത് ക്രോസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എത്രത്തോളം കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അകത്ത് ഹൈ പ്രയോറിറ്റി ഉള്ള കാര്യങ്ങൾ അടുത്ത ദിവസം ചെയ്യാൻ മാറ്റി വെക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫിൽ സക്സസ്സിലേക്ക് എത്താൻ പറ്റും. ഇറ്റ്സ് ഓൾ അബൌട്ട് മൈ പേഴ്സണൽ ജേർണി. ഞാനിപ്പോൾ ഇത് പറയുമ്പോഴും നാളെ പല കാര്യങ്ങളും നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കാം. അപ്പോൾ എൻഗേജ് ആകുന്ന സമയത്ത് നമ്മുടെ പ്രയോറിറ്റീനെ ബേസ് ചെയ്തിട്ട് നമ്മളിത് മാറ്റി വെക്കും. അങ്ങനെ മാറ്റി വെക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സക്സസ്സിലേക്കുള്ള അടുത്ത സ്റ്റെപ്പിനെയാണ് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ കൺസിസ്റ്റൻസി ഈസ് ദ മെയിൻ തിങ്. നമ്മളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്കതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. അത് നിങ്ങൾ എന്തൊരു കാര്യം ആയിക്കോട്ടെ, ഒരു ബിസിനസ് ആണെങ്കിൽ പോലും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മിനിമം 3 to 5 years നമുക്ക് അതിൻ്റെ അകത്ത് ഒരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നിങ്ങൾക്ക് ഒരു കൃഷിയാണെങ്കിൽ പോലും ഒരു ചെടി നട്ടു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 3-4 വർഷം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ അകത്ത് ഈൽഡ് കിട്ടി തുടങ്ങുക. അപ്പോൾ നിങ്ങൾ ലോങ് ടൈമിൽ കാര്യങ്ങൾ കാണുക ആൻഡ് ബി കൺസിസ്റ്റൻറ്റ്. നമുക്ക് ആ ഇതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള മൈൻഡ് സെറ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക, എക്സിക്യൂഷൻ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റായിട്ട് നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ ചാനലിൽ നിങ്ങൾ കൂടുതലും കാണുന്ന ബിസിനസ്സിനെ കുറിച്ചും മാർക്കറ്റിങ്ങിനെ കുറിച്ചൊക്കെ ആയിരിക്കും. അതിൻ്റെ കൂടെ എൻ്റെ ഒരു പേഴ്സണൽ ജേർണി എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഉള്ള കാര്യം. ഞാനും നിങ്ങളെപ്പോലെ ഒരു 9 to 5 ഒക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഞാനിപ്പോൾ സ്വന്തമായിട്ട് എൻ്റെ ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. മീൻസ് വി ഓഫർ കോഴ്സ് ഓൾസോ, മീൻസ് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്. അത് മാത്രമല്ല, ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയിൽ നിന്നാണ്. അപ്പോൾ ഫാമിങ്ങിലും ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെക്കൊണ്ട് പറ്റാവുന്ന ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ ഡു ഇറ്റ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. താങ്ക് യു.